ഹലോ കൂട്ടുകാരെ, നമുക്കിന്ന് ഒരു ചെറിയ കഥ പഠിച്ചാലോ? അതും ഇംഗ്ലീഷ് കഥകൾ. ചെറിയ പിള്ളേർക്ക് ഇംഗ്ലീഷ് കഥകൾ കേൾക്കാൻ വളരെയധികം രസകരമല്ലേ? അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? റാണീസ് മാംഗോ ട്രീ. റാണിയുടെ മാങ്ങാ മരം. റാണി വാസ് വെരി സ്മോൾ. റാണി ഒരു ചെറിയ കുട്ടിയാണ്. ഹെർ മദർ ബ്രോട്ട് എ മാംഗോ ഫോർ ഹെർ. അവളുടെ അമ്മ അവൾക്ക് മാങ്ങ പഴം കൊടുത്തു. ഷീ എയ്റ്റ് ദ മാംഗോ. ഷീ എയ്റ്റ് എന്ന് വരാൻ കാരണം അത് പാസ്റ്റാണ്. ഈറ്റിൻ്റെ പാസ്റ്റാണ് എയ്റ്റ്. അപ്പോൾ അവളത് കഴിച്ചു കഴിഞ്ഞു. ദർ വാസ് എ സീഡ് ഇൻസൈഡ് ഇറ്റ്. സാധാരണ മാങ്ങാപ്പഴം കഴിക്കുമ്പോൾ അതിൻ്റെ അകത്ത് മാങ്ങയുടെ അണ്ടിയുണ്ട്. ഒന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് പറക്കി എങ്ങോട്ടേലും കളയും, അല്ലെങ്കിലോ കുഴിച്ചിടും. അപ്പോൾ നമ്മുടെ റാണി ചെയ്തേക്കുന്നത് അത് കുഴിച്ചിട്ടു. ദേ പ്ലാന്റ് ദ സീഡ് ഇൻ ദെയർ ഗാർഡൻ. എവിടെയാണ് അവൾ കുഴിച്ചിട്ടത്? ഇൻ ദി ഗാർഡൻ. എ സ്മോൾ മാംഗോ പ്ലാന്റ് കെയിം ഔട്ട് ഓഫ് ദ സീഡ്. ഒരു ചെറിയ മാങ്ങാ മരം ആ സീഡിൻ്റെ പുറത്തേന്ന് വന്നു. അതെന്ന് വെച്ചാൽ മുളച്ചു എന്നതിൻ്റെ അർത്ഥം. ദേ വാട്ടേർഡ് ഇറ്റ് എവ്രി ഡേ. അവൾ എല്ലാ ദിവസവും മുടങ്ങാതെ വെള്ളം ഒഴിക്കും. ദ പ്ലാന്റ് ഗ്രോ അപ്പ് ലൈക്ക് റാണി. റാണിയെ പോലെ ആ ചെടി വളർന്നു വരുന്നു. നൗ ഇറ്റ് ഹാസ് ബിക്കം എ മാംഗോ ട്രീ. ഇപ്പോൾ പ്രസൻറ്റിൽ ആദ്യം നട്ട തൈ ഇപ്പോൾ അത് വലിയൊരു മാങ്ങാമരമായി മാറിയിട്ടുണ്ട്. റാണി ഹാസ് ഗ്രോൺ അപ്പ്. റാണി സ്വാഭാവികമായിട്ടും ഓരോ സ്റ്റേജ് കഴിയുന്നതനുസരിച്ച് അവളുടെ വളർച്ച ഉയർന്നുകൊണ്ടേയിരുന്നു. ഇപ്പോൾ ഒരു വലിയൊരു പെൺകുട്ടിയായി മാറി. ദ മാംഗോ ട്രീ ഈസ് ഹെർ ഫ്രണ്ട്. അവളുടെ ബെസ്റ്റ് ഫ്രണ്ട്, ബെസ്റ്റി ആരാ? അവളുടെ മാങ്ങാമരമാണ്. അവൾ ചെറുപ്പത്തിൽ നട്ട ആ മാങ്ങാമരമാണ് അവളുടെ പ്രിയ സുഹൃത്ത്. ഇറ്റ് ഈസ് ഫുൾ ഓഫ് മാംഗോസ്. ആ മാങ്ങാമരത്തിൽ നിറച്ചു മാങ്ങകളാണ്. റാണി ആൻഡ് ഹെർ ഫ്രണ്ട്സ് പ്ലേ അണ്ടർ ദ ട്രീ. ദേ ഏറ്റ് ദ മാംഗോസ്. റാണിയും അവളുടെ സുഹൃത്തും ആ മാങ്ങാമരത്തിൻ്റെ ചുറ്റും കളിക്കും. അവരത് ഭക്ഷിക്കും, അവർ കഴിക്കും ആ മാങ്ങാപ്പഴങ്ങളൊക്കെ അതിൽ പറിച്ച്. Many squirrels and birds come to eat the mangoes. They are very happy. സാധാരണ ഒരു മാങ്ങാമരം അല്ലെങ്കിൽ നല്ലൊരു പഴങ്ങളുള്ളൊരു വൃക്ഷം എവിടെയെങ്കിലുമൊക്കെ നിന്നെങ്കിൽ അവിടെ കുറേ നമ്മൾ ക്ഷണിക്കാതെ തന്നെ അണ്ണാന്മാരും കിളികളും പക്ഷികളും ഒക്കെ വന്ന് അത് കൊത്തിപ്പറിച്ച് തിന്നും. അപ്പോൾ അവരെല്ലാവരും നല്ല സംതൃപ്തിയുണ്ട്. സംതൃപ്തി മീൻസ് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ, നല്ല സന്തോഷമുണ്ട് അവർക്ക്. ഓൾ ഓഫ് us ഹാവ് ടു പ്ലാന്റ് ട്രീസ് ലൈക്ക് റാണി. അപ്പോൾ ഇതിനകത്തൊരു ഉപപാഠം എന്ന് പറയുന്നത്, ഈ കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കാരണം ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് പേര് പരിസ്ഥിതിയായിട്ട് ഒട്ടും താല്പര്യപ്പെടുന്നില്ല. കാരണം അവർക്ക് മൊബൈൽ ഫോണ്, ടി വി, കാരണം അവർ സോഷ്യൽ മീഡിയ എന്ന 4 ചുവരുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങിക്കൂടുകയാണ്. പുറത്തിറങ്ങുക, ആൾക്കാരോട് മിണ്ടുക, സോഷ്യലൈസേഷൻ. ഇറ്റ് വിൽ ഇൻക്രീസ് അവർ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. അതായത് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് കൂടും ആൾക്കാരോട് രമ്യപ്പെടുമ്പോൾ. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പരിസ്ഥിതി പ്രവർത്തനങ്ങൾ, ചെടി നട്ടുപിടിപ്പിച്ചാൽ മാത്രം പോരാ, വെള്ളം ഒഴിക്കുക. ഈ വെള്ളം ഒഴിക്കുന്നതനുസരിച്ച് ചെടി വളർന്നുകൊണ്ടേയിരിക്കും. അപ്പം നമുക്ക് അത് പ്രകൃതിക്ക് കൊടുക്കുന്ന വലിയൊരു സമ്മാനമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ കഥ. എല്ലാവർക്കും ഞാൻ പറഞ്ഞു തരുന്ന ഒരൊറ്റ കാര്യമാണ്, പരമാവധി മാക്സിമം ചെടികൾ നട്ട് വളർത്താൻ ശ്രമിക്കുക. ബൈ.